ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് പിശാചുമായിരിക്കുന്ന ബന്ധത്തിൽ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യത. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു പിശാചിന് അല്ല രക്തം കൊടുക്കുവാനിടയായി തീർന്നത്. ഞാൻ പണ്ടൊക്കെ ആത്മീയത്തിൽ കടന്നു വരും മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, യേശു രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി പിശാചിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെയാണ് വില കൊടുക്കുന്ന ആക്കാ പിശാചിന് ഒരു വില കൊടുക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം ഞാൻ പഠിച്ചതായ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, കർത്താവായ യേശു പിശാചിന് വില കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കർത്താവായ യേശു ചെയ്തത് ദൈവത്തിന് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന് ഹിതപ്രകാരമുള്ളൊരു മരണം കർത്താവായ യേശുവിന് സംഭവിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ മാറ്റി. ഒന്നാമത്തത്, the blood of Jesus to victory over Satan. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം പിശാചിന്റെ കയ്യിൽ നിന്ന് ജയമെടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. അപ്രകാരം മനുഷ്യരെല്ലാം ആ പിശാചിന്റെ അധീനതയ്ക്ക് കീഴിലായിരുന്നപ്പോൾ അരമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരിക്കുരിശിലെ രക്തം കൊണ്ട് സാധിച്ച കാര്യമെന്ന് പറയുന്നത്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ മാറ്റി.